ഹായ് ഓൾ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ മാസ്ലോസ് നീഡ് ഹൈറാക്കിയാണ് നോക്കുന്നത്. മാസ്ലോസ് ഹൈറാക്കി ഓഫ് നീഡ്സ് എന്നും ഈ തിയറിക്ക് പറയും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിലബസിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരിടത്തും ഇത് കൊടുത്തിട്ടില്ല. എങ്കിലും ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ രണ്ട് ഏരിയാസ് സിലബസിലുണ്ട്. ഓക്കെ, ഇതിനുള്ളിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് തിയറിയാണിത്. സോ നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് നോക്കിയപ്പോഴും നിയോ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറീസിൽ നമ്മൾ മാസ്ലോയുടെ തിയറി കണ്ടതായിരുന്നു. ഓക്കെ, സോ ഈ തിയറിയുടെ ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. MCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് എല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്യും. എന്താണ് മാസ്ലോസ് നീഡ് ഹൈറാക്കി അല്ലെങ്കിൽ ഹൈറാക്കി ഓഫ് നീഡ്സ്? ഓക്കെ, ഇതൊരു സൈക്കോളജിക്കൽ മോട്ടിവേഷൻ തിയറിയാണ്. ഓക്കെ, ഒരു 5 ടയർ മോഡലാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എപ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ജനറൽ ആയിട്ടുള്ളൊരു തിയറിയാണ് മാസ്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം നോക്കാം. ആളുകൾക്ക് ഏറ്റവും ആദ്യം വേണ്ട ഏറ്റവും ആദ്യം സാറ്റിസ്ഫൈ ആവേണ്ട നീഡ് ഫിസിയോളജിക്കൽ നീഡാണ്. അത് കഴിഞ്ഞ് സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്ങിങ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇങ്ങനെ ഇത് മുകളിലേക്ക് പോകും. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭക്ഷണം, വെള്ളം, താമസിക്കാൻ ഒരു വീട്, ഇങ്ങനത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞതിന് മാത്രം, ഓക്കെ, അതിനുശേഷം മാത്രമാണ് അടുത്തടുത്ത ആഗ്രഹങ്ങളിലോട്ട് ആൾക്കാർ പോകുന്നത്. സോ അങ്ങനെ ഒന്നിന്ന് അടുത്തതിലേക്ക് പോകുന്ന ആഗ്രഹങ്ങൾക്ക് എപ്പോഴും ഒരു ഓർഡർ കാണും. ആ ഓർഡർ എങ്ങനെയാണെന്നാണ് മാസ്ലോസ് നീഡ് ഹൈറാക്കി പറയുന്നത്. ഓക്കെ, സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് തിയറിലോട്ട് കിടക്കാം. ഓക്കെ, സോ 5 ടയർ മോഡലാണ് ഇത്. നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൽ എത്ര ടയേഴ്സ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, 5 ടയേഴ്സാണ് ഇതിലുള്ളത്. MCQ ആയിട്ട് ചോദിക്കാം. ബേസിക് ആവശ്യങ്ങളിൽ തുടങ്ങി കോംപ്ലക്സ് ആയിട്ടുള്ള ആവശ്യങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വെള്ളം വേണം, ഭക്ഷണം വേണം, അതിൽ തുടങ്ങി പിന്നീട് എന്താണ്? സ്നേഹം വേണം, അതിനുശേഷം പേരും പ്രശസ്തിയും വേണം, അങ്ങനെ ഇത് കോംപ്ലക്സ് ആയിട്ടുള്ള ആഗ്രഹങ്ങളിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ആൾ 1943 എ തിയറി ഓഫ് ഹ്യൂമൻ മോട്ടിവേഷൻ എന്ന് പറയുന്ന പേപ്പർ പബ്ലിഷ് ചെയ്തതിലാണ് ആദ്യമായിട്ട് ഈ തിയറിയെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ തിയറി ഈ പേരിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക. മാസ്ലോസ് ഹൈറാക്കി ഓഫ് നീഡ്സ്. ഓക്കെ, എബ്രഹാം മാസ്ലോ 1943. ഓക്കെ, ഇതിൽ 2 തരം നീഡ്സ് ആണുള്ളത്. ഒന്ന് ഡെഫിഷ്യൻസി നീഡ്, മറ്റേത് ഗ്രോത്ത് നീഡ്സ്. ആദ്യത്തെ 4 എണ്ണമാണ് ഡെഫിഷ്യൻസി നീഡ്സ്. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനെയാണ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. താഴെയുള്ളത് ഡെഫിഷ്യൻസി നീഡ്സും മുകളിലുള്ളത് ഗ്രോത്ത് നീഡുമാണ്. ഓക്കെ, എന്താണ് ഡെഫിഷ്യൻസി നീഡ്? ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? കുറവ്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ കുറവ് കൊണ്ട് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നതിനെയാണ് ഡെഫിഷ്യൻസി നീഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം വീടില്ലെങ്കിൽ നമ്മൾ വീട് വേണമെന്ന് ആഗ്രഹിക്കും, നമുക്ക് പേരും പ്രശസ്തിയും എസ്റ്റീം ഇല്ലെങ്കിൽ നമ്മളത് വേണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഡെഫിഷ്യൻസി നീഡ് എന്ന് പറയുന്നത്. എന്നാൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്തേക്ക് വരുന്ന നീഡാണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിതെല്ലാമായി നമുക്ക് ജീവിതത്തിൽ വേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നു ഓക്കെ കുറച്ച് മോഡേൺ ആയിട്ട് വരച്ചേക്കാം എന്ന് വിചാരിക്കുന്നെങ്കിൽ അതൊക്കെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരുപാട് പൈസയായി, പ്രശസ്തിയായി, ചിലർ ഗോൾഫ് കളിക്കാൻ പോകും. ഗോൾഫ് എപ്പോഴും ഒരു സൊസൈറ്റിയിൽ സ്റ്റേറ്റസ് സിമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ എക്സ്പെൻസീവ് ഗെയിമാണ് ഗോൾഫ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താ? സെൽഫ് ആക്ച്വലൈസേഷൻ. അതിപ്പം ഗോൾഫ് കളിക്കാത്തതുകൊണ്ട് കളിക്കണം എന്നുള്ളതിലുപരി ഗോൾഫ് കളിക്കണം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ ഗോൾഫ് കളിക്കുന്നത്. ഓക്കെ, വീടില്ലെങ്കിൽ വീട് വേണമെന്ന് തോന്നുന്നത് പോലെ അല്ല അത്. അതുകൊണ്ട് ഏറ്റവും മുകളിലുള്ളത് ഗ്രോത്ത് നീഡ്സും അതിന് താഴെയുള്ളത് എന്താണ്? ഡെഫിഷ്യൻസി നീഡ്സും ആണ്. ഓക്കെ, താഴെ 4 എണ്ണം ഡെഫിഷ്യൻസി നീഡും മുകളിലുള്ളത് ഗ്രോത്ത് നീഡും. ഓക്കെ, നിങ്ങൾക്ക് മെയിനായിട്ട് ഈ തിയറിയിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇതിലെ 5 ലെവലുകൾ എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കണം 5 ലെവലുകളാണുള്ളത്. ഓക്കെ, ഏറ്റവും താഴത്തെ ലെവലിൽ നമുക്ക് തുടങ്ങാം. ഫിസിയോളജിക്കൽ നീഡ്സ്. എന്തായിരിക്കും ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്? നമ്മുടെ വിശപ്പ്, ദാഹം, ഉറക്കം, നമുക്ക് കിടക്കാനൊരു സ്ഥലം, റീപ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന, അല്ലെ അവന് മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സേഫ്റ്റി നീഡ്സിലോട്ട് പോകാം. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സിൽ ഒരു കാര്യം കൂടി, ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ബേസിക് നീഡ് എന്തായിരിക്കും?
ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത് സാലറിയാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന ബേസിക് നീഡ് സാലറിയിൽ നിന്നായിരിക്കും. ഇനി വരുന്നത് സേഫ്റ്റിയാണ്. രണ്ടാമത്തെ ലെവൽ എന്താണ്? സേഫ്റ്റിയാണ്. ഓക്കെ, സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ നമുക്ക് ഇനി ഭാവിയിലോട്ട് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഓരോ ത്രെറ്റ്സ്, അൺസർട്ടനിറ്റീസ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ. എക്സാമ്പിൾ ഇൻഷുറൻസ്. ഓക്കെ, നാളെ നമുക്കൊരു മെഡിക്കൽ എമർജൻസി വന്നാലോ, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണ് സേഫ്റ്റി നീഡ്സ്. അതിനുവേണ്ടി നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ എന്താ വരിക? ഇൻഷുറൻസ്, പെൻഷൻ, നമ്മുടെ ശമ്പളം നിന്ന് കഴിഞ്ഞാൽ റിട്ടയർ ആയിക്കഴിഞ്ഞാൽ എന്താണ്? പെൻഷൻ. ഇതൊക്കെയാണ് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് ഇൻഷുറൻസും പെൻഷനൊക്കെയാണ്. ഓക്കെ, അതിനുശേഷം മുകളിലോട്ട് വരുമ്പോഴാണ് ലവ് നീഡ്സ് അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ്സിനുള്ള നീഡ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവണം എന്നുള്ള തോന്നൽ, സ്നേഹം കിട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ തോന്നൽ, ഇതൊക്കെ മൂന്നാമത് വരുന്നതാണ്. മാസ്ലോ പറയുന്നതനുസരിച്ച് ഇത് സേഫ്റ്റിക്ക് ശേഷം വരുന്നതാണ്. ഓക്കെ, അതിൽ നമ്മുടെ സോഷ്യൽ നീഡ്സ് ആണ്. ഓക്കെ, നമുക്ക് സോഷ്യലൈസ് ചെയ്യണം, നമുക്ക് ഫ്രണ്ട്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ലവ് നീഡ്സിൽ വരും. ഓക്കെ, ചിലയിടത്ത് ഈ ലവ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ബിലോങ്ങിങ്നെസ് എന്നുള്ള വാക്കാണ്, അല്ലെ സോഷ്യൽ നീഡ്സ് എന്നുള്ള വാക്കാണ്. ഇത് ഏതാണെങ്കിലും സെയിം കോൺസെപ്റ്റാണ്. ഇത് താഴേന്ന് മൂന്നാമത്തേതായിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ എന്താണ്? ഒരു ഓഫീസിൽ എന്താണ്? ഓഫീസിലെ ഇൻഫോർമൽ ഫ്രണ്ട്ഷിപ്പുകളും കാര്യങ്ങളും. ഓക്കെ, പിന്നീട് വരുന്നതാണ് എസ്റ്റീം. എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു അന്തസ്സ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സോ എസ്റ്റീമിൽ വരുന്നത് നമുക്ക് ബഹുമാനം കിട്ടാൻ വേണ്ടി, അംഗീകാരം കിട്ടാൻ വേണ്ടി, റെസ്പെക്റ്റും റെക്കഗ്നീഷനും ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹങ്ങളാണ് എസ്റ്റീമിൽ വരുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അതെന്താണ്? നമുക്ക് അപ്രീസിയേഷൻ കിട്ടുക, നമ്മളെ ആൾക്കാർ പുകഴ്ത്തി പറയുക, നമുക്ക് പ്രൊമോഷൻ തരിക, നമ്മളുടെ ജോലി, നമ്മുടെ നല്ല ജോലി അംഗീകരിച്ച ആൾക്കാർ നമുക്ക് പ്രൊമോഷൻ തരിക, ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ എസ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഫൈനലായിട്ടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷനിൽ എന്താ വരുന്നത്? നമ്മുടെ ഈ താഴെയുള്ള നീഡ്സ് എല്ലാം മീറ്റ് ചെയ്തു, ബേസിക് ആയിട്ടുള്ള എല്ലാ നീഡ്സും നമ്മുടെ മീറ്റ് ചെയ്തു. എന്തൊക്കെയായിരുന്നു താഴെയുള്ള നീഡ്സ്? നമ്മൾ വേറൊരു പേര് പറഞ്ഞത് ഡെഫിഷ്യൻസി നീഡ്സ്. ഓക്കെ, ഡെഫിഷ്യൻസി നീഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. എന്നുള്ളിൽ കഴിവുകളുണ്ട്, അപ്പോൾ എനിക്കിനി ആ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഗോൾഫ് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് നല്ല മോഡേൺ ആർട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് ആവുക, നമുക്ക് ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അതൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ വരുന്നത്. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ വന്ന എന്താണ്? നമുക്ക് ഇവിടെ വരെയുള്ള എല്ലാം നമ്മൾ നോക്കില്ലേ, പ്രൊമോഷനൊക്കെ കിട്ടുക. ഇനി നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ജോബുകൾ ചെയ്യുക, ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റുക, അതായത് ജോലിയിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, ഇതൊക്കെ എക്സ്ട്രാ കാര്യങ്ങളാണ്. ഇവിടെ വരെയുള്ളത് ബേസിക് നീഡ്സ് ആണ്. അതിനുശേഷം എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷനാണ് ടോപ്പായിട്ടുള്ള നീഡ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇതിൽ എത്ര ലെവൽ ഉണ്ടെന്ന് ചോദിക്കാം. 5 ലെവലുകളാണ്. ഏറ്റവും മുകളിൽ ഏതാണെന്ന് ചോദിക്കാം, സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും താഴെ ഏതാണെന്ന് ചോദിക്കാം, ഏറ്റവും ബേസിക്, അത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഈ ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതിന് ശേഷം ഏതാണ് വരുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ തിയറിയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി മനസ്സിലാക്കാം. ആളുകളുടെ പെരുമാറ്റം, ഓക്കെ, അത് നീഡ്സിനെ, ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതാണെന്നാണ് മാസ്ലോ പറയുന്നത്. കിട്ടാത്ത കാര്യങ്ങൾ, ഇതുവരെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആവശ്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് മാസ്ലോ പറയുന്നത്. ഏറ്റവും താഴെ നിന്ന് തുടങ്ങി ഇത് മുകളിലേക്ക് പോകും. ഓക്കെ, താഴെ ഉള്ളത് തീർത്തിട്ടാണ് ആൾക്കാർ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഈ ഇമേജിൽ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞേ, ലവ് നീഡ് എപ്പോഴാണ് ഒരു വ്യക്തി ആവശ്യപ്പെടുന്നത്? ഏത് നീഡ് കംപ്ലീറ്റ് ആയാലാണ് അടുത്തത് ലവ് അവർ ആഗ്രഹിക്കുന്നത്? സേഫ്റ്റി. ഓക്കെ, ഒന്ന് കഴിഞ്ഞിട്ടാണ് അടുത്തതിലോട്ട് പോകുന്നത്. ആൾക്കാർ ഇത് ക്ലൈംബ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും, മുകളിലോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ തിയറിക്ക് ഒരു സയൻറ്റിഫിക് വാലിഡേഷൻ ഒന്നും ഇല്ല. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ പാടാണ്. എന്തുകൊണ്ടാണ്? കാരണം ഹ്യൂമൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഹ്യൂമൻ ബ്രെയിൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ,
ആക്ച്വൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് സീക്വൻസ് ഫോളോ ചെയ്യണമെന്നില്ല. ഇത് മൂന്നും എന്താണ്, ഈ തിയറിയുടെ നെഗറ്റീവ്സ് ആണ്. ഓക്കെ, ഡ്രോബാക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മെറ്റാ മോട്ടിവേഷൻ എന്നുള്ളൊരു വാക്ക് പഠിച്ചിരിക്കുക. മെറ്റാ മോട്ടിവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൽഫ് ആക്ച്വലൈസേഷൻ. ഇനി സെൽഫ് ആക്ച്വലൈസേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞ ആൾക്കാർ അതിനും മുകളിലേക്ക് പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത്, മെറ്റാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പെർഫെക്ഷന് വേണ്ടി, ബ്യൂട്ടിക്ക് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മാസ്ലോ മെറ്റാ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ തിയറിയാണ്, 5 ഹ്യൂമൻ നീഡ്സ്. ഓക്കെ, നമുക്ക് MCQലോട്ട് പോവാം. നിങ്ങൾ ഇവിടെ പോസ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ ആൻസേഴ്സ് എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ലെക്ചർ കണ്ടിട്ട് എന്തായാലും ഈ ആൻസേഴ്സ് പറയാൻ പറ്റണം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയായിരിക്കും എക്സാമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്യാം. ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കാറ്റഗറി ഇൻ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്? ഇതിലേതാ നമ്മൾ കണ്ടില്ലാത്ത നീഡ്, ഇതിൽ നമ്മുടെ തിയറിയിൽ ഇല്ലാത്ത നീഡ്? ഫിസിയോളജിക്കൽ ഉണ്ടല്ലോ, ആദ്യത്തെ നീഡല്ലേ. എസ്റ്റീം ഉണ്ട്, സേഫ്റ്റി ഉണ്ട്. സോ ആൻസർ എന്താണ്, കോഗ്നിറ്റീവ് നീഡ്സ് ആണ്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ ഇൻ മാസ്ലോസ് ഹൈറാർക്കി ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബേഴ്സ്. എന്താ സെൽഫ് ആക്ച്വലൈസേഷൻ? നീഡ് ഫോർ എ സേഫ് ലിവിങ് ആണോ? ഇത് സേഫ്റ്റി നീഡ് അല്ലേ. നീഡ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ, ഇത് ലവ് എന്ന് പറയുന്ന നീഡല്ലേ, നമ്മുടെ മൂന്നാമത്തെ അല്ലേ. ഡിസയർ ടു അച്ചീവ് പേഴ്സണൽ ഗോൾസ് ആൻഡ് റിയലൈസ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ, ഇതല്ലേ ആൻസർ. നീഡ് ഫോർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഇതെന്താണ്, സെക്യൂരിറ്റി ആണ്. ഉത്തരം ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. സെക്യൂരിറ്റി, സേഫ്റ്റി, ലവ്, ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരമുണ്ട്. ഏതാണ് നമുക്ക് വേണ്ടേ? ഓപ്ഷൻ സി. ഓക്കെ, അക്കോർഡിംഗ് ടു മാസ്ലോസ് ഹൈറാർക്കി വിച്ച് ഇസ് അറ്റ് ദ ബേസ് ഓഫ് ദ പിരമിഡ്? ഏറ്റവും താഴെ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും താഴെ നമ്മൾ ഏതാ കണ്ടത്? ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ കണ്ടത്. അതിന് ശേഷമല്ലേ വരുന്നത് സേഫ്റ്റി നീഡ്സ്, പിന്നെ ലവ്, എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ഏറ്റവും ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഓക്കെ, സോ ഈ തിയറി ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത തിയറി ആയിട്ട്, അടുത്ത കോൺസെപ്റ്റായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.